ഹേ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ഈസി കുക്കർ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, കറുവാപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 സവോള ചേർത്തിട്ടുണ്ട് കേട്ടോ. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്ന ടൈം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സവോളയ്ക്ക് ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതൊരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പുതിനയിലയും കൂടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ മല്ലിയില മാത്രം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു അരമുറി നാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ കഴുകി കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ 1 കപ്പ് അരി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിയൊക്കെ വെള്ളത്തിലൊന്ന് സെറ്റായി കിടക്കുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ടാവും. ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളൊരു 10-20 മിനിറ്റ് നേരം വെച്ച് ആ ഒരു ഗ്യാസൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ അരിയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് സവോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ചട്ടിയിൽ നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 1.5 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊന്ന് കാരമലൈസ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സവോളയ്ക്ക് ഇവിടെ കാരമലൈസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒരു പാനിലേക്ക് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ട് കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.